ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതൊന്നും മനസ്സിലേക്ക് വരണം. സുവിശേഷം പറയാത്ത സഭ, അതിനെ ഒരു സഭയെന്നേ വിളിക്കാൻ പറ്റത്തില്ല. ഞാനത് വീണ്ടും വീണ്ടും പറയും. സുവിശേഷം നോട്ടെ, നമ്മളിപ്പം കണ്ടല്ലോ, ആ കാട്ടിൽ പോയി ആരോ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് അവർ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നത്, ഇല്ലേ? ഇതുപോലെ എത്ര പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇനി അവർക്ക് വേണ്ടി ട്രാക്റ്റുമായിട്ട് പോയി അവരോട് സുവിശേഷം പറഞ്ഞുള്ള രണ്ടാമത്തെ കാര്യം. ഒന്നാമത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഈ കട്ട വെള്ളമൊഴിച്ച് നനയ്ക്കുന്ന പോലെയാണ്. അതാരെങ്കിലും വന്ന് അതിനെ പിന്നെ ഉടയ്ക്കും, അല്ലേ? അത് ഉടയ്ക്കാൻ ദൈവം ആരെങ്കിലും വയ്ക്കും. പക്ഷെ ആദ്യം അല്പം വെള്ളം ഒന്ന് തെളിച്ചിടണമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. ദൈവം കട്ടയോടെ കുടയ്ക്കാനും നിരത്താനും ഉള്ളവരെ ദൈവം പുറകെ അയക്കും. പക്ഷെ നിങ്ങളൊന്ന് നനച്ചിടുവോ, അത് പ്രാർത്ഥനയിലാണ്. ഇന്ന് മുതലൊരു തീരുമാനം എടുക്കണം. കർത്താവേ, നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു ഭാരം എനിക്ക് തരണമേ, നഷ്ടപ്പെട്ടവരെക്കുറിച്ചൊരു വേദന എനിക്ക് തരണമേ, അവർക്ക് വേണ്ടി കർത്താവ് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എങ്കിലും എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് നിങ്ങൾ ദൈവത്തോടൊരു കൃപ ചോദിക്കുക. ദൈവം ആ കൃപ നിങ്ങൾക്ക് തരും.